ജന്മാദ്യസ്തേതോന്നയാദിതരതച്ചാർത്തേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 9-ാം അധ്യായത്തിൽ 25 ശ്ലോകങ്ങളോട് കൂടിയിട്ടാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി അവസാനിക്കുന്നത്. അതിനുശേഷം മൈത്രേയ മഹർഷി കഥ തുടരുകയാണ് പിതരനോട്. മൈത്രേയ ഉവാച സ്വസംഭവം നിശാമ്യേവം തപോ വിദ്യാസമാധിപി യാവൻ മനോപജരാമസകിന്നവൽ. തൻ്റെ പിതാവിനെ ഇപ്രകാരം നിശാമ്യ കണ്ടിട്ട്, സ്വസംഭവം പറഞ്ഞ അച്ഛനെ പിതാവിനെ പ്രകാരം കണ്ടിട്ട്, തപോ വിദ്യാസമാധിപി തപസ് വിദ്യാസമാധി എന്നിവകളോട് കൂടെ എത്രത്തോളം വാക്കിനും മനസ്സിനും ശക്തിയുണ്ടോ അത്രത്തോളം തപോ വിദ്യാസമാധിപി അത്രയ്ക്ക് സ്തുതിച്ചു. തൻ്റെ കഴിവനുസരിച്ചിട്ട് സ്തുതിച്ചു. ആ ബ്രഹ്മാവ് ക്ഷീണിച്ച് തൻ്റെ സ്തുതി നിർത്തി. ഖിന്നനായിക്കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് തൻ്റെ സ്തുതിയിൽ നിന്ന് വിരമിച്ചു. സ്വസംഭവം നിശാമ്യേവം തപോ വിദ്യാസമാധിപി യാവൻ മനോപജസ്തുത്വ വിരരാമസ കിന്നവൻ. തപസ്സും വിദ്യയും സമാധിയും കൊണ്ട് ഈശ്വരനെ സ്തുതിച്ചിട്ട് തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാണ് ശ്രീനാരായണൻ. ബ്രഹ്മാവിൻ്റെ അച്ഛനാരാ വെച്ചാൽ നാരായണൻ തന്നെ, വിഷ്ണു എന്നാണല്ലോ ഉണ്ടായത്. സ്വസംഭവം അഥാഭിപ്രേതമന്വേഷ്യ ബ്രഹ്മണോ മധുസൂദന വിഷണ്ണചേതസം തേന കൽപ്പവിധികരാംബസ. അഥ അനന്തരം മധുസൂദന ശ്രീനാരായണൻ ബ്രഹ്മാവിൻ്റെ അഭിപ്രായത്തെ അന്വേഷ്യ അറിഞ്ഞിട്ട്, തേന കൽപ്പവിധികരാംബസ ഉണ്ടായതിനെയെല്ലാം നശിപ്പിക്കുന്ന ആ പ്രളയജലം ആണവിടെ കൽപ്പവിധികരാംബസ. അംബസ വെള്ളം. ആ പ്രളയജലത്തിൽ വിഷണ്ണചേതസ വിഷാദിച്ചിരിക്കുന്ന മനസ്സോടുകൂടി ആത്മന താൻ ഹേതുവായിട്ട് ലോകസംസ്ഥാന വിജ്ഞാനേ ലോകത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടുന്ന വിഷയജ്ഞാനത്തിൽ പരിഹിത്യത ക്ലേശിക്കുന്നവൻ്റെ കസ്മലം ഖേദത്തെ ഉപശമിക്കുന്നവനായിട്ട് അഗാധയാ വാച അഗാധമായിട്ടുള്ള വാക്കുകൊണ്ട് തം ആഹ അവനോട് പറഞ്ഞു. ലോകസംസ്ഥാന വിജ്ഞാന ആത്മന പരിഹിത്യത തമാഹ അഗാധയാ വാച അഗാധമായ വാക്കുകൊണ്ട് ശ്രീനാരായണൻ ബ്രഹ്മാവിൻ്റെ മനോവിഷമം കസ്മലം, യഥാർത്ഥമാണ് മനസ്സിൻ്റെ ദുഃഖാവസ്ഥയാണ് കസ്മലം, ശമയൻ ശമിപ്പിക്കത്തക്ക വിധം താഴെ പറയും പ്രകാരം പറഞ്ഞു. അഗാധയാ വാച ഭഗവാന്റെ അഗാധമായിട്ടുള്ള വാക്ക് ഗ്രഹിക്കാൻ പ്രയാസമായിട്ടുള്ള വാക്ക് പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച മാ വേദഗർഭഗാ തന്ത്രിൻ സർഗ ഉദ്യമമാവഹ. 2 മാവുണ്ട്. ഉദ്യമമാവഹ തന്മയാപാതിതം ഹ്യഗ്രേ എന്മാം പ്രാർത്ഥയതേ ഭവാൻ. വേദഗർഭ ബ്രഹ്മാവേ. ബ്രഹ്മാവിൻ്റെ മറ്റൊന്നാണ് വേദം പഠിച്ചവൻ. തന്ത്രിം ആലസ്യത്തെ മാഗ പ്രാപിക്കരുത്. ഏത് പ്രവൃത്തിക്കും വേണ്ടത് ഉത്സാഹമാണ്. മാ നെഗറ്റീവ്, ആലസ്യത്തെ കളയൂ, പ്രാപിക്കരുത്. സർഗേ ഉദ്യമം ആവഹ സർഗം സൃഷ്ടി, ഉദ്യമം പരിശ്രമം ആവഹ ചെയ്താലും
ഉത്സാഹിച്ചോളൂ, സൃഷ്ടി നടക്കും. ഒട്ടും തന്നെ അലംഭാവമോ അലസതയോ വേണ്ട. ഭഗവാൻ അങ്ങുന്ന് മാം എന്നോട് യത് യാതൊന്നിനെ പ്രാർത്ഥയതേ, അങ്ങ് എന്നോട് ഏതൊന്നിനെ പ്രാർത്ഥിക്കുന്നുവോ, തത് മയാ അഗ്രേ ആപാദിതം, സമ്പാദിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ തന്നിരിക്കുന്നു. അത് അങ്ങ് തീർച്ചയായിട്ടും നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങ് നേടി. തന്മയ ആപാദിതം ഹഗ്രേ, എത്രയോ മുമ്പ് തന്നെ അങ്ങ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത്? എന്മാം പ്രാർത്ഥയതേ ഭവാൻ, എന്താണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത്. വേദഗർഭ മാ ഗാസ്തന്ത്രിം, അലസതയെ പ്രാപിക്കരുത് ബ്രഹ്മാവേ. സർഗ ഉദ്യമമാവഹ, സൃഷ്ടിക്ക് തുടങ്ങിക്കോളൂ. പിന്നെ അങ്ങേക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തന്മയ ആപാദിതം ഹഗ്രേ, മുൻപിൽ തന്നെ. എന്മാം പ്രാർത്ഥയതേ, അങ്ങയുടെ പ്രാർത്ഥന അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞു. ഭൂയർത്തം തപ ആദിഷ്ട വിദ്യാഞ്ചൈവ മദാശ്രയാം താഭ്യാമന്തർകൃതി ബ്രഹ്മൻ ലോകാം ദക്ഷ്യസ്യ അപാവൃതാൻ. ബ്രഹ്മൻ, ഹേ ബ്രഹ്മാവേ, ത്വം അങ്ങുന്ന്, തപസ്സിനെയും മദാശ്രയാം വിദ്യാം, എന്നെ ആശ്രയിക്കുന്ന വിദ്യയെയും ഭൂയ, വീണ്ടും അനുഷ്ഠിച്ചാലും. കുറച്ചൊക്കെ തപസ് ചെയ്തു, ഇനി അത് മതി എന്ന് വിചാരിക്കേണ്ട. തപസ് എപ്പോഴും ഒരു ആജീവനാന്ത പ്രക്രിയയാണെന്നാണ്. സദാ നമ്മൾ മനസ്സുകൊണ്ട് ആചരിക്കേണ്ടതാണ് തപസ്. ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ തീരുന്നതല്ല. ഇപ്പോഴും നമ്മുടെ മനസ്സ് തപസ്സായിരിക്കണം. ശാരീരം തപ ഉച്ചതേ, മാനസോ തപ ഉച്ചതേ, വാങ്മയം തപ ഉച്ചതേ. ഒക്കെ ഗീതയിൽ വാക്കുകൊണ്ടുള്ള തപസ് എന്താ? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഗീതഞ്ചൽ. ഇതൊക്കെ വാക്കുകൊണ്ടുള്ള തപസ്സാണ്. മനസ്സ്, മനഃപ്രസാദം, സൗമ്യത്വം. അങ്ങനെ തപസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രത്യേക കാലയളവിലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അത്രേ. സദാ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തപസ്സിൽ വ്യാപരിപ്പിക്കുന്നവനാണ് യോഗി അല്ലെങ്കിൽ വിവേകി. അതുകൊണ്ട് തപസ് ഇനിയും അനുഷ്ഠിക്കൂ. ഭൂയ ആദിഷ്ട, വീണ്ടും തപസ് അനുഷ്ഠിച്ചാലും. താഭ്യാം, അതുകൊണ്ട്. അന്തർഹൃതി, ഹൃദയത്തിനുള്ളിൽ. അപാവൃതാൻ, മറവില്ലാതെ കിടക്കുന്ന ലോകങ്ങളെ കാണും. അങ്ങയുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ലോകങ്ങളെ ആ തപസ് കൊണ്ട് അങ്ങേക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തപസ് അനുഷ്ഠിക്കുക. ഭൂയസ്ത്വം തപ ആദിഷ്ട വിദ്യാം ചൈവ മത ആശ്രയാം. എല്ലാ വിദ്യയും ഭഗവാനിലാണ് കുടികൊള്ളുന്നത്. അത് അങ്ങേക്ക് ലഭിക്കും. താഭ്യാം അന്തർകൃതി ബ്രഹ്മൻ ലോകാൻ ദക്ഷ്യസ്യ ഭാവൃതാൻ, മറയാതെ കിടക്കുന്ന ലോകത്തെ അങ്ങേക്ക് കിട്ടും. ദക്ഷ്യസി, അങ്ങ് കാണും. ദക്ഷ്യസി, ദക്ഷ്യതി. ദക്ഷ്യസി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ ദക്ഷ്യസി എന്നാണ് പറയുക. അങ്ങ് കാണും, നീ കാണും, നിങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞാൽ ദക്ഷ്യസി. ഞാനാണെങ്കിൽ ദക്ഷ്യാമി. മൂന്നാമത്തെ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ദക്ഷ്യസി, ദക്ഷ്യത്തി. ഇപ്പോൾ ഇവിടെ ദക്ഷ്യസി എന്ന് വന്നു. അർത്ഥമൊക്കെ തന്നെ, പക്ഷേ ഓരോ പേഴ്സണനുസരിച്ച് മാറും. പക്ഷേ സെക്കൻഡ് പേഴ്സണാണ്, ബ്രഹ്മാവിനോടാണ് പറയുന്നത്. ദക്ഷ്യസി അപാമൃതാൻ തത ആത്മനി ലോകേച്ച ഭക്തിയുക്ത സമാഹിത ഭ്രട്ടാസി മാം തതം ബ്രഹ്മൻ മൈ ലോകാം തമാത്മന. എല്ലാ ലോകങ്ങളെയും അങ്ങ് കാണും. അത് അങ്ങക്ക് സൃഷ്ടിക്കാനും സാധിക്കും. ആദ്യം കണ്ടിട്ടാണല്ലോ സൃഷ്ടിക്കാമല്ലോ, മനസ്സിൽ കാണണമല്ലോ. ബ്രഹ്മൻ, ബ്രഹ്മാവേ. തഥ, അനന്തരം. ഭക്തിയുക്ത, എന്നിൽ പരമപ്രേമമുള്ളവനും സമാഹിത, ഏകാഗ്ര ചിത്തവനും ചിത്തത ഉള്ളവനുമായിട്ട്, ഏകാഗ്ര ചിത്തനും ആയിട്ട്. ആത്മനി, ആത്മാവിലും. ലോകേച്ച, ലോകത്തിലും. തഥ മാം, വ്യാപിച്ചിരിക്കുന്ന എന്നെയും. മയി, എന്നിൽ. ലോകാൻ, ലോകങ്ങളെയും. ആത്മന, ജീവാത്മാക്കളെയും. ത്വം ദൃഷ്ടാസി, അങ്ങൊന്ന് ദർശിക്കും. എന്തെല്ലാം കാണുമെന്ന് വിസ്തരിച്ചിരിക്കുന്നു. ആത്മാവിലാണ് കാണുക. ആത്മനി, ഭക്തിയോടുകൂടി എന്നിൽ വയ്ക്കപ്പെട്ട തപസ്സോട് കൂടിയിട്ട് അങ്ങ് ഇനിയും കാണും. ദൃഷ്ടാസി, എന്തൊക്കെ കാണുക? ലോകാൻ ത്വം ആത്മന, ലോകത്തെയും കാണും, ഭഗവാനെയും കാണും. ആണ് എന്നെ എന്ന് പറഞ്ഞത്. മയി ലോകാം ത്വം ആത്മന, എന്നെയും ലോകത്തെയും അങ്ങേ തന്നെയും സ്വയം അങ്ങേക്ക് കാണാൻ സാധിക്കും. എല്ലാ ജീവാത്മാക്കളെയും. അപ്പോൾ എന്തൊക്കെ സൃഷ്ടിക്കണം?
എങ്ങനെയൊക്കെ സൃഷ്ടിക്കണം അതൊക്കെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാൽ തന്നെ അങ്ങോട്ട് തെളിഞ്ഞോളും. യഥാതു സർവഭൂതേഷു ദാരുശക്തി വ്യവസ്ഥിതം പ്രവിചക്ഷീതമാം ലോകോ ജക്യ തർഹീവ കശ്മലം. ദാരുഷു എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങളിൽ, കാഷ്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മരമാണ്, മലയാളത്തിലത്തെ കാഷ്ടമല്ല കേട്ടോ. ദാരുഷു മരങ്ങളിൽ, അഗ്നി ഇവ തീ എന്ന പോലെ, സർവഭൂതേഷു സകല ലോകത്തിലും സ്ഥിതം ഇരിക്കുന്ന എന്നെ. അതായത് ഈ യാഗത്തിന് അഗ്നി ഉണ്ടാക്കുമ്പോൾ അരണി എന്ന് പറയുന്ന മരക്കഷ്ണം കൂട്ടിക്കടയും, എന്നിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. അപ്പോൾ ഈ അഗ്നി ശരിക്കും എവിടെയാണ്? ആ മരത്തിലാണ് ഇരിക്കുന്നത്. അത് കൂട്ടി ഉരച്ച് ചൂടുണ്ടാക്കുമ്പോൾ പുറത്ത് വരണമെന്നേ ഉള്ളൂ. സത്യത്തിൽ ദാരുഷു അഗ്നി ഇവ ഇതൊരു പ്രസിദ്ധമായിട്ടുള്ള ഉപമയാണ്. ഒളിഞ്ഞിരിക്കുന്നതിനെ കാണിക്കാനൊക്കെ ഇത് പറയും. ദാരുഷു അഗ്നി ഇവ, എപ്രകാരം മരത്തിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ പ്രതിചക്ഷീത, ശരിയായിട്ട് എന്നെ കാണുന്നുവോ. ഞാൻ സർവ്വദിക്കിലും ഉണ്ട്, എങ്ങനെ മരത്തിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ എന്ന് പറയാണ്. തർഹി ഏവ കശ്മലം, അങ്ങനെ അങ്ങ് പാപത്തെ ഉപേക്ഷിക്കും. പ്രവിചക്ഷീതമാം ലോകോ, എപ്പോൾ എന്നെ ശരിയായിട്ട് കാണുന്നുവോ അപ്പോൾ അങ്ങ് പാപത്തിൽ നിന്ന് മുക്തനാവും. യഥാരഹിതം ആത്മാനം ഭൂതേന്ദ്രിയ ഗുണാശൈ സ്വരൂപേണ മയോപേദം പശ്യൻ സ്വരാജ്യമൃച്ഛതി. ഭൂതേന്ദ്രിയ ഗുണാശൈഹി, ഭൂതം ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനവും കർമ്മവും, ഗുണങ്ങൾ സാത്വിക രാജസ താമസങ്ങൾ, ഇവയാൽ രഹിതം ബന്ധപ്പെടാത്ത, ഇവ കൂടാത്ത, സ്വരൂപേണമയ സ്വരൂപമായിട്ടുള്ള എന്നോട് ഉപേതം യോജിച്ചും ഇരിക്കുന്ന, കൂടിയതിനാണ് ഉപേതം എന്ന് പറയുക. കൂടാത്തതിന് നേരെ അപേതം, ഒരക്ഷരം മാറുമ്പോഴേക്ക് നേരെ വിപരീതമായി. നിശമ്യ നിശാമ്യ എന്ന് പറഞ്ഞു. നിശാമ്യ കണ്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, ഉപേതം കൂടിയിട്ട്, അപേതം കൂടാതെ. എം പ്രഭ്രജന്തം അനുപേതം അപേത കൃത്യം, ഉപനയനാദി ശ്രാദ്ധസ്തോത്ര കർമ്മങ്ങൾ ചെയ്യാത്തവനും ആണ് അപേത കൃത്യം. ഉപേതം കൂടിയ, യോജിച്ചും ഇരിക്കുന്ന ആത്മാനം, ആത്മാവിനെ, സ്വരൂപമായിരിക്കുന്ന എന്നോട് യോജിച്ചിരിക്കുന്ന ആത്മാവിനെ എപ്പോൾ പശ്യൻ കാണുന്നവനാകുന്നുവോ തഥാ, അപ്പോൾ, യഥാ എന്ന് തഥാ ഉണ്ടാവും, യഥാ എപ്പോൾ പശ്യൻ കാണുന്നുവോ തഥാ അപ്പോൾ സ്വരാജ്യം സ്വയമേവ പ്രകാശിച്ചിരിക്കുന്നതിനെ ഋച്ഛതി പ്രാപിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ളത് കേവലം ഭാവന മാത്രമാണ്, അതൊന്നെന്നെയാണ്, വലിയൊരു സത്യമാണ്. ആ സത്യം നമ്മൾ ശരിക്കും അനുഭവിച്ചാൽ നമ്മൾക്ക് ഈശ്വരത്വം കിട്ടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും ഒന്നും അനുഭവത്തിൽ വരില്ല. അതാണ് ഇവിടെ ആത്മാവ് തന്നെയാണ്, താൻ തന്നെയാണ് ആത്മാവ്. അങ്ങയുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് പറയണം ഭഗവാൻ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഭഗവാൻ. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. യഥാരഹിതം ആത്മാനം ഭൂതേന്ദ്രിയ ഗുണാശയൈ സ്വരൂപേണ മയോപേദം പശ്യൻ സ്വരാജ്യം ഋച്ഛതി. അതാണ് കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത്. സർവം ഖല്ലിതം ബ്രഹ്മ, അല്ലേ, എല്ലാം ഈശ്വരനാണ്. അതുപോലെ ആ ഈശ്വരൻ്റെ ഒരു അംശം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മോ ജീവേവ നാവര. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറൊന്നും അറിയേണ്ടതായിട്ടില്ല. വളച്ചും തിരിച്ചും പലരും പല കഥകളിൽ കൂടിയും ഉദാഹരണങ്ങളിൽ കൂടി പറയുന്നതൊക്കെ ഈ ഒരൊറ്റ കാര്യമാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ബ്രഹ്മോ ജീവേവ നാപര. ഇതിങ്ങനെ പലതരത്തിൽ പറയുകയാണ്. നാനാകർമ്മവിധാനേന പ്രജാബുഹീത് ദൃക്ഷത നാത്മാവസീദത്യസ്മിൻസ്തേ വർഷീയാൻ മദനുഗ്രഹ. നാത്മാ അവസീദതി എന്നാണ് വാക്ക്.
അവസീദതി. ന പ്ലസ് ആത്മാ പ്ലസ് അവസീദതി, നാത്മാവസീദതി. ആത്മാന അവസീദതി എന്നും ചില ദിക്കിൽ പ്രയോഗം കാണും. രണ്ടും തന്നെ ശ്ലോകത്തിൻ്റെ സൗകര്യത്തിന് ഞാൻ അങ്ങോട്ടും കൂടി മാറ്റുമ്പോൾ ന ആത്മാവസീദതി എന്ന് പറഞ്ഞാൽ ആത്മാവ് അവസീദിക്കപ്പെടുന്നില്ല, നെഗറ്റീവാണ്. അവസീദതി തളരുന്നില്ല. എങ്ങനത്തെ ആത്മാവ്? നാനാ കർമ്മങ്ങളുടെ വിസ്താരത്തിൽ എന്നുള്ളതുകൊണ്ടാണ് നാനാകർമ്മ വിധാനേന എന്ന് പറഞ്ഞത്. പ്രജകളെ സുസൃക്ഷത, സൃഷ്ടിക്കാൻ ഇച്ഛിക്കുന്ന അങ്ങയുടെ ആത്മാ ചിത്തം, തേ ചിത്തം, അസ്മിൻ ഈ സമയത്തിലും തളരുന്നില്ല. ഇത്രയൊക്കെ സൃഷ്ടിക്കണം ലോകത്തിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങേക്ക് ബ്രഹ്മാവേ അങ്ങേക്ക് തളർച്ച ഉണ്ടാവില്ല. വർഷിയാൻ മഹത്തായ മതനുഗ്രഹ, എൻ്റെ അനുഗ്രഹം ആണ് അതിന് കാരണം. വർഷിയാൻ മതനുഗ്രഹ, മഹത്തായ അനുഗ്രഹമാണ് അത് എന്ന് ഓർക്കുക. അല്ലാത്തവർക്കൊന്നും തന്നിൽ ഈശ്വരനിൽ തന്നെയും കാണാൻ പറ്റില്ല. അപ്പം സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രജകളും ഈശ്വരാംശം തന്നെയാണ്. ബ്രഹ്മാവും ഈശ്വരാംശമാണ്. ഈശ്വരാംശമല്ലാണ്ട് മറ്റൊന്നുമില്ല എന്ന വലിയ തത്വം അങ്ങേക്ക് തീർച്ചയായിട്ടും എൻ്റെ അനുഗ്രഹം കൊണ്ട് ബോധ്യമാവും. ഋഷിമാദ്യന്നബധ്നാതിപാബീയാൻ ത്വാം രജോ ഗുണ യന്മനോമയി നിർബന്ധം പ്രജാ സംസൃജതോപിതേ. പ്രജകളെ സംസൃജത അഭി സൃഷ്ടിക്കുന്നുവെങ്കിലും, അഭി എങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും, തേ മന അങ്ങയുടെ മനസ്സ്, മയി നിർബന്ധം എന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സ് ഈശ്വരങ്കലായാൽ ആ പ്രവൃത്തി തന്നെ നേരെയിക്കോളും എന്നാണ്. പാപിയാൻ ഏറ്റവും പാപത്തിന് കാരണമായ രജോ ഗുണം ആദ്യം ഋഷീത്വം ആദ്യനായ ഋഷിയായ അങ്ങയെ ബന്ധിക്കുന്നില്ല. എല്ലാ പ്രവൃത്തികളും നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് രജോ ഗുണ സംബന്ധം ഉണ്ടാകുമ്പോഴാണ്. ആ ഋഷി ആയിരിക്കുന്ന അങ്ങേക്ക് എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന തപസ്സി ഋഷി എന്നുള്ള വാക്കിനർത്ഥം. ആദ്യം നബധ്നാതി പാപിയാന്ത്വാൻ രജോ ഗുണ, പാപസ്വരൂപമായിട്ടുള്ള രജോ ഗുണം അങ്ങയെ ബന്ധിക്കില്ല. അതുകൊണ്ട് അങ്ങേക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്മയോമയി നിർബന്ധം പ്രജാസംസൃജതേ പിതേ. പ്രജാസംസൃജതി പ്രജാസൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും എന്നിൽ മനസ്സ് ഉറച്ചു നിൽക്കാൻ അങ്ങേക്ക് കഴിയും. അതുകൊണ്ട് അങ്ങേക്ക് ദുഃഖമൊന്നും പ്രവൃത്തിയിലോ സൃഷ്ടിയിലോ ഉണ്ടാവില്ല. ജ്ഞാതോഹം ഭവതാ തുത്യാദുർവിജ്ഞേയോ അഭിദേഹിനാം എന്മാന്തം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭി ഭൂതം ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ അന്ധകരണങ്ങൾ ഇവയാൽ അയുക്തം ബന്ധപ്പെടാത്തവൻ എന്ന് മാം എന്നെ ത്വം മന്യസേ വിചാരിക്കുന്നുവോ അത് ഇപ്പോൾ ദേഹികൾക്ക് ദുർവിജ്ഞേയ അറിയപ്പെടുവാൻ കഴിയാത്തവനാണ് ദുർവിജ്ഞേയൻ. വിജ്ഞേയൻ അറിയാൻ കഴിയുന്നതാണ് ദുർവിജ്ഞേയൻ അറിയാൻ കഴിയാത്തത്. രജോ ഗുണത്താലോ ബാക്കി കാര്യങ്ങളാലോ ബന്ധപ്പെടാത്തവനാണ് ഞാൻ, അതായത് ഭഗവാൻ. ഈ തത്വം സാധാരണക്കാർക്ക് അറിഞ്ഞോളണം എന്നില്ല. നമ്മളെപ്പോലെ ഒരാളാണ് ഈശ്വരനും എന്നാണ് പല ആൾക്കാരുടെയും ചിന്ത. അതങ്ങനെയല്ല എന്നും ഒന്നിനോടും ബന്ധമില്ലാണ്ട് നിൽക്കാൻ ഭഗവാന് സാധിക്കും എന്നും ഉള്ള അത്ര വേഗം എല്ലാവർക്കും അറിയാൻ കഴിയാത്ത തത്വം അങ്ങ് തീർച്ചയായിട്ടും അറിയും. തുഭ്യം മദ് വിജിഗിത്സായ മദ്വി എന്ന് പറഞ്ഞാൽ മദ് പ്ലസ് വി ആണ്, കൂട്ടക്ഷരാണത്. ആ അടയാളം സംസ്കൃതത്തിലില്ല ഇങ്ങനെയുള്ളത്. മദ് പ്ലസ് വി വേറെ എഴുതുക ചെയ്യാം. മദ്വി എന്ന് വേണ്ടത് മദ്വി എന്ന് വേണ്ടത് ഒന്ന് കൂട്ടക്ഷരാണ്. മദ് പ്ലസ് വി ആണ്. മറ്റേതോ ദായുടെ തന്നെ ഒരു ഭാഗമായിട്ട് അദ്വി എന്ന് വരണത്. തുഭ്യം മത് വിജിഗിത്സായാം ആത്മാമേ ദശിതോ ബഹി
എന്നെ സംബന്ധിച്ച സംശയം ഉണ്ടായപ്പോൾ സലിലേ ജലത്തിൽ പുഷ്കരസ്യ താമരയുടെ സലിലേന തണ്ടിൽ കൂടെ. ഞാൻ എവിടെ നിന്നുണ്ടായി എന്ന് സംശയം ഉണ്ടായപ്പോൾ അങ്ങ് എന്ത് ചെയ്തു? താമരയുടെ തണ്ടിൽ കൂടെ സഞ്ചരിച്ചു ഇല്ലേ? എന്നിട്ട് നാളേന, അവിടെ നാലേന എന്ന് പറഞ്ഞാൽ നാളേന, നാളം എന്നാണ് കേട്ടോ. എഴുതിയതില്ല എന്നാൽ സംസ്കൃതത്തിൽ ലായും വേറെ ഇല്ല എഴുതുമ്പോൾ, രണ്ടും ഒരക്ഷരമാണ് എഴുതുക. ന മുകളിൽ വരാ, അതാണ് ലായും. സലിലം പക്ഷെ ഉച്ചരിക്കുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ, ചിലത് വ്യത്യാസമുണ്ട്. സരളം, സലിലം രണ്ടും രണ്ടാണ്. മൂലം എന്ന് പറയണതും നാളം എന്ന് പറയണതും വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ പറയണം, നാളം തന്നെ പറയണം, മൂലം തന്നെ പറയണം. പക്ഷെ എഴുതണത് ഒരേപോലെയാണ്. ഇപ്പം എന്തായാലും നാളേന തണ്ടിൽ കൂടെ എന്നെ മൂലത്തെ ചിന്തിച്ചു, താമരയുടെ മൂലത്തെ ചിന്തിച്ചു. വിജിന്വത അങ്ങനത്തെ തുഭ്യം നിനക്ക്. മേ ആത്മാ എൻ്റെ സ്വരൂപം അബഹി ഉള്ളിൽ കാണപ്പെട്ടു. താമരയുടെ ഉള്ളിൽ കൂടെ മൂലം അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് അന്വേഷിക്കുന്നതായ നിനക്ക് എൻ്റെ ആ ഒരു അനുഭവം ഉണ്ടായി. മത് വിജിഗിത്സായാം എന്നെക്കുറിച്ചുള്ള സംശയം ഉണ്ടായപ്പോൾ താമരയുടെ ഇടയിൽ കൂടെ നീ അന്വേഷിച്ചു. അങ്ങനെ മേ ദർശിതോ ബഹി എന്നെ കാണാൻ സാധിക്കുകയും ചെയ്തു. യച്ചകർത്താംഗമസ്തോത്രം മത്കഥാപിതയാങ്കിതം നെത്വാ തപസിതേ നിട്ട സേഷ മദനുഗ്രഹ. ഹേ ശ്രേഷ്ഠ, അംഗ എന്ന ശ്രേഷ്ഠ, ആത്മസംഭവം വിളിക്കണം. മത് കഥാപിതയാങ്കിതം എൻ്റെ കഥാപിതയത്താൽ അടയാളപ്പെടുത്തിയതായ മസ്തോത്രം, നീ ഇപ്പോൾ ചെയ്ത എന്നെക്കുറിച്ചിട്ടുള്ള സ്തുതി, എല്ലാ സ്തുതികളും വളരെയധികം ശ്രേഷ്ഠമാണെന്നാണ്. ശരണെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ചകർത്ത എത്ത് ചെയ്തു, തപസി തപസ്സിൽ, തേ നിഷ്ഠ അങ്ങേക്കുണ്ടായ ശ്രദ്ധ, യദ്വാ യാതൊന്നോ സ ഏഷ അത് മതനുഗ്രഹ എൻ്റെ അനുഗ്രഹം. ആ ശ്ലോകത്തിൽ അങ്ങേക്ക് വളരെയേറെ എന്നെ സ്തുതിക്കുന്നതിൽ താല്പര്യമുണ്ടായതും എൻ്റെ അനുഗ്രഹമാണ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാവാതിരിക്കുകയാണ് അധികം ആൾക്കാർക്കും ചെയ്യാല്ലേ. ഇപ്പോൾ ഈ കടിച്ചാൽ പൊട്ടാത്ത ഭാഗവതം എന്ത് ഇയാൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചിലർ തന്നെ വിചാരിക്കുന്നുണ്ടാവും. കുറച്ച് കേട്ടാൽ ഇന്ന് ബാക്കി അടച്ചു വയ്ക്കണവരാ പലരും. അപ്പോൾ അതിൽ ഒരു ശ്രദ്ധയും താല്പര്യവും വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ ഒരു സങ്കല്പം അതിനകത്ത് വേണം. എത്രയോ കുട്ടിക്കാലം മുതൽക്ക് കേട്ടതുകൊണ്ടാണ് ഇപ്പോഴും അതിനോട് താല്പര്യം വരണത്, അല്ലെങ്കിൽ വരില്ല. ഇതിലൊക്കെ താല്പര്യം വരാണ്ടിരിക്കുക നല്ലതും കൂടി തോന്നും ഇല്ലേ? കാരണം പൊട്ടത്തിലൊരു മുഷിപ്പ് തോന്നുന്ന വിഷയമാണ് സാധാരണക്കാർക്ക്. ഭക്തിയുള്ളവർക്ക് മാത്രമാണ് അത് ആസ്വാദ്യമാവണത്. യദ്വാ തപസി തേ നിഷ്ഠാസ ഏഷ മതനുഗ്രഹ. ഇത്തരം ഭക്തിയോടുകൂടി സ്തുതിക്കാൻ ബ്രഹ്മദേവ അങ്ങേക്ക് സാധിച്ചത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഓർത്തോളൂ, അല്ലെങ്കിൽ കഴിയില്ല. പ്രീതോകമത്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയാ യതത്തൗഷീത് ഗുണമയം നിർഗുണം മാനുവർണയൻ. അഹം പ്രീത, ഞാൻ സന്തുഷ്ടനായി, ബ്രഹ്മാവേ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. തേ ഭദ്രം അസ്തു അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ഇനി എന്താ വേണ്ടത്? തേ ഭദ്രം അസ്തു അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. നിർഗുണം മാ നിർഗുണനായിട്ടുള്ള എന്നെ ലോകാനാം ലോകങ്ങളുടെ വിജയേച്ഛയ പാലന താൽപ്പര്യത്തിൽ ഗുണമയം ഗുണസ്വരൂപനായിട്ട് വർണ്ണിച്ചുകൊണ്ട് അനുവർണയൻ വർണ്ണിച്ചുകൊണ്ട് അസ്തൗഷി സ്തുതിച്ചു. എന്താണ് വാസ്തവത്തിൽ അങ്ങ് ചെയ്തത്? നിർഗുണം മാ ഗുണമയം അനുവർണയൻ, നിർഗുണനായിരിക്കുന്ന എന്നെ ഗുണമയനായിട്ട് വർണ്ണിച്ചു. നിർഗുണം മാം ഗുണമയം അനുവർണയൻ, നിർഗുണനായിട്ടുള്ള എന്നെ ഗുണമയനായി അനുവർണിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തിൽ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട്, ലോകത്തിലുള്ള തൻ്റെ കടമ ചെയ്യാനായിക്കൊണ്ട്. നിർഗുണം മാം ഗുണമയം അനുവർണയൻ, നിർഗുണനായിട്ടുള്ള എന്നെ നിർഗുണനായിട്ടുള്ള എന്നെ സഗുണനായിട്ട് അങ്ങ് വർണ്ണിച്ചു. അസ്തൗഷീഷ്
അത് ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. പ്രീതോകമസ്തുഭദ്രന്തേ, ഞാൻ സന്തോഷിച്ചു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. പ്രീതോകമസ്തുഭദ്രന്തേ ലോകാനാം വിജയേച്ഛയ, ലോകവിജയത്തിനായിക്കൊണ്ട് അങ്ങ് എന്ത് ചെയ്തു? യഥൗഷീ ഗുണമയം നിർഗുണം മാനുവർണയൻ, നിർഗുണം മാം ഗുണമയം അനുവർണയൻ, നിർഗുണനായിട്ടുള്ള എന്നെ ഗുണമയനായിട്ട് അങ്ങ് വർണ്ണിച്ചു. വളരെ നന്നായി. ഏതേന പുമാൻ നിത്യം തുത്വാ സ്തോത്രേണ മാം ഭജേൻ തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര. ഏതേന, ഈ സ്തോത്രത്താൽ, ഏതേന സ്തോത്രേണ, ഈ സ്തോത്രത്താൽ, പുമാൻ, എല്ലാ സ്തോത്രവും വളരെ ഗംഭീരമാണ്. അത് നമ്മൾ ആവർത്തിച്ച് ചെല്ലിയാൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. അത് കഥയല്ല, ശരിക്കും നമ്മൾ ഭഗവാനെ തുതിക്കണ പോലെയാവും അല്ലേ? ഗജേന്ദ്ര സ്തുതി, മറ്റു സ്തുതി, ധ്രുവസ്തുതി ഒക്കെ നമ്മൾ ചെല്ലിയാൽ നമ്മൾ ഭഗവാനെ തുതിക്കണ ഒരു എഫക്റ്റാണ് അവിടെ ഉണ്ടാവുക. പുമാൻ, യാതൊരു പുരുഷൻ. നാരായണീയത്തിനുള്ള പ്രത്യേകത, നാരായണീയ കംപ്ലീറ്റ് സ്തോത്രമാണ്. അത് മുഴുവൻ നമ്മൾ ഭഗവാനെ തുതിക്കണ പോലെ ആവുക. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടേരിപ്പാട് അദ്ദേഹത്തെ ഉദ്ദേശിച്ചു നമ്മൾ ചെല്ലുമ്പോൾ നമ്മളാവും ഇല്ലേ? പുമാൻ, ഏതൊരു പുരുഷൻ നിത്യം എല്ലായ്പ്പോഴും സ്തുതിച്ചിട്ട്, നിത്യം എന്ന് പറഞ്ഞാൽ ദിവസേനാന്നും കൂടിയല്ല, എല്ലായ്പ്പോഴും സദാ എന്നെ സ്തുതിച്ചിട്ട്, മാം ഭജേത്, എന്നെ ഭജിക്കുന്നുവോ, അവർക്ക് ഞാൻ സർവകാമവരേശ്വര, എല്ലാ കാമങ്ങളും നൽകുന്നവനായിട്ട് തീരുന്നു. തസ്യ ആശു ശീഘ്രം സംപ്രസീദേയം, ആ സ്തുതിക്കുന്നവനെ ഞാൻ അവൻ്റെ നേരെ വളരെയേറെ സന്തോഷിക്കും. ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജേത് തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നു. പൂർത്തേന തപസാ യജ്ഞദാന യോഗസമാധിന രാധം നിശ്ചയസംപുംസാം മപ്രീതി തത്വവിന്മതം. പൂർത്തം കൊണ്ടും തപസ്സുകൊണ്ടും യാഗങ്ങൾ കൊണ്ടും, സൽക്കർമ്മങ്ങളെ പൂർത്തം എന്നും ഇഷ്ടം എന്നും രണ്ടായിട്ട് തിരിക്കും. ഇഷ്ടം കൊണ്ട് അവനവന് ചെയ്ത ഗുണങ്ങൾ, പ്രവൃത്തിയുടെ ഗുണം അവനവനേ കിട്ടൂ. പൂർത്തം അങ്ങനെയല്ല, അവനവനും കിട്ടും മറ്റുള്ളവർക്കും കിട്ടും. ഇതാണ് പൂർത്തം എന്ന് പറയുക. ഒരു വൃക്ഷം വെച്ചു, അതിൻ്റെ പുണ്യം വെച്ച ആൾക്ക് കിട്ടും, അതിൻ്റെ ഗുണമോ അല്ലാത്തവർക്കും കിട്ടും ഇല്ലേ? എന്ന് വെച്ചാൽ ഏകാദശി നോറ്റതിൻ്റെ ഗുണം ആർക്കേ കിട്ടുള്ളൂ? നോറ്റ ആൾക്ക് മാത്രമേ കിട്ടൂ. ഏതാവട്ടെ, അതാണ് ഈ പൂർത്തം എന്ന് പറയുന്ന അർത്ഥം പറഞ്ഞത് മാത്രമേ. ഇഷ്ടം വ്യത്യാസം. ഏത് പൂർത്തം തപസ യജ്ഞേ, പൂർത്തം തപസ യജ്ഞം, ഇതുകൊണ്ട് ധ്യാനയോഗ സമാധിന, ദാനം കൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും ഒക്കെ വളരെ വ്യക്തമാണ്. പുംസാം, പുമാന്മാരാൽ, രാധം സമ്പാദിക്കപ്പെട്ട ശ്രേയസ്, നിശ്രേയസം ശ്രേയസ്, മത് പ്രീതി എൻ്റെ പ്രസാദം എന്ന് തത്വവിന്മതം ജ്ഞാനികളുടെ അഭിപ്രായം. തൽക്കർമ്മങ്ങളെ കൊണ്ട് നേടുന്നതായിട്ടുള്ള ശ്രേയസ് സത്യത്തിൽ എൻ്റെ അനുഗ്രഹമാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. അതിന് ഗുണം കിട്ടണമെങ്കിൽ എൻ്റെ അനുഗ്രഹം അതിൻ്റെ പിന്നിൽ ഉണ്ടാവണം, എന്നാലേ സൽക്കർമ്മങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളൂ. അഹം ആത്മാത്മനാം ദാതാ പ്രേഷ്ടസ്ഥൻ പ്രയസാമപി തതോ മേരിതിം കുര്യാ ദേഹാദിത്യകൃതേ പ്രിയ. ദാതാവേ വിളിക്കുകയാണ്, ദാതാ. അഹം ആത്മനാം ആത്മാ, ഞാൻ സർവ്വജീവന്മാരുടെ ആത്മാവാണ്, എല്ലാ ജീവന്മാരുടെയും ആത്മാവാണ്. പ്രേയസാം, അതിപ്രിയമുള്ളവരുടെ മധ്യത്തിൽ വെച്ച പ്രേട്ടാസൻ, പരമപ്രേമത്തിന് വിഷയീഭൂതനായിരിക്കുന്നു. അങ്ങയുടെ തുതി കൊണ്ട് നടത്തും. അതുകൊണ്ട് മയി, എന്നിൽ രതിം കുര്യാത്, എന്നിൽ ഭക്തി ഉണ്ടാവട്ടെ. ദേഹാദി, ദേഹം മുതലായത് കൃതേ, യാതൊന്നിനു വേണ്ടി പ്രിയ വിഷയമായിരിക്കുന്നു. പരമപ്രേമ വിഷയമായിരിക്കുന്നവൻ എല്ലാ ജീവാത്മാക്കളുടെയും ആത്മഭൂതനായിരിക്കുന്നവൻ ഞാനായതുകൊണ്ട് പരമപ്രേമ വിഷയമായിരിക്കുവാൻ ഞാൻ തന്നെയാണ്, ആയിരിക്കുന്നത് ഞാൻ തന്നെയാണ്, ആയിരിക്കുന്നവൻ. ഏതൊരാത്മസ്നേഹം നിമിത്തമോ ദേഹേന്ദ്രിയാദികൾ പ്രിയ വിഷയമായിരിക്കുന്നത്,
ആ പരമാത്മാവായിരിക്കുന്ന എന്നിൽ പരമപ്രേമം ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെ. ഒരാളോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടാവുന്നു? ഈശ്വരാധീനം കൊണ്ട് ഉണ്ടാവുന്നു. അഹം ആത്മാത്മനാന്താത പ്രേട്ടത്തൻ പ്രയസാമപി അതോ മേരുതിയും കുര്യാ ദേഹാദിത്യകൃതേ പ്രിയ. പരമാത്മാവായിരിക്കുന്നതിന് പരമപ്രേമം ഉണ്ടാകുന്നു. ദേഹം, ഇന്ദ്രിയം മുതലായവയിലൊക്കെ പ്രിയം തോന്നുന്നതടക്കം എൻ്റെ അനുഗ്രഹമാണ്. എത്ര ആൾക്കാരുണ്ടാവും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയണവർ തൻ്റെ ദേഹത്തെ താൻ തന്നെ പഴിക്കണു. വേറുള്ളവരുടെ ദേഹത്തെ നമുക്കിഷ്ടാവാം, ഇഷ്ടമല്ലാണ്ടിരിക്കാം. അയാളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ശല്യം തോന്നാറില്ലേ? ചിലരെ പറ്റി നമുക്ക് അങ്ങനെ തോന്നും. ചിലരോ നേരെ തിരിച്ചല്ലേ, അയാൾ വരുമ്പോൾ എന്തൊരു സമാധാനമല്ലേ. അപ്പോൾ ഇത് രണ്ടും തോന്നിക്കുന്നത് ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ എല്ലാവർക്കും ഇഷ്ടാവും, നമുക്കും സ്വയം നമ്മളെ ഇഷ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചു പോകണം. അതോ മേഴുതിയും കുര്യ ദേഹാദിർ ദേഹാദികളിലുള്ള പ്രിയ അടക്കം എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. സർവവേദമയേനേതമാത്മനാത്മാത്മയോനിന പ്രചാരജയഥാപൂർവം യശ്ചമൈ അനുഷേരത്തെ. അതുകൊണ്ട് ബ്രഹ്മദേവ, പൂർവത്തെ കൽപ്പത്തിൽ സൃഷ്ടിച്ചതായ പോലെ അങ്ങ് സൃഷ്ടിച്ചാലും സർവവേദമയേനേതം എല്ലാ വേദസ്വരൂപനും ആത്മയോനിന എന്നിൽ നിന്ന് ഓനി ഉൽപ്പത്തി സ്ഥാനം എന്നിൽ നിന്ന് സംഭവിച്ചവനും വേദസ്വരൂപനുമായ അങ്ങ് ആത്മാവിൽ തന്നെ പ്രപഞ്ചത്തെ കണ്ട് സൃഷ്ടി നടത്തിയാലും പ്രജാസൃജ യഥാപൂർവം കഴിഞ്ഞ കൽപ്പത്തിൽ എപ്രകാരം സൃഷ്ടിച്ചുവോ അതുപോലെ സൃഷ്ടിക്കുക. മൈ അനുശേരതേ എന്നിൽ ശയിക്കുന്ന അതുപോലെ സൃഷ്ടിക്കുക. മൈത്രേയ ഉവാച തസ്മാ ഏവ ജഗത്രഷ്ടേ പ്രധാനപുരുഷേശ്വര വിജ്യേതം സേനരൂപേണ കഞ്ചനാപത്തിരോധതേ. പ്രധാനപുരുഷേശ്വര ഭഗവാൻ, മായയുടെയും ജീവാത്മാവിൻ്റെയും ഈശ്വരൻ. കഞ്ചനാഭ പത്മനാഭൻ, അതായത് വേറൊരു വാക്കാണ് കഞ്ചനാഭൻ. ജഗത്സൃഷ്ടേ ലോകത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവിനെ ഇപ്രകാരം പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു. ഭഗവാൻ പ്രകാശിച്ചെപ്പോഴും നിൽക്കുമോ? ഒരു കാര്യത്തിന് വേണ്ടി പ്രകാശിക്കുക, അത് കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് മറയുക. ബ്രഹ്മാവിന് വേണ്ട ഉപദേശം കൊടുത്ത് അവിടെ നിന്ന് മറഞ്ഞു. തസ്മാ ഏവ ജഗത്സൃഷ്ടേ പ്രധാന പുരുഷേശ്വര വിജ്യേതം സേനരൂപേണ കഞ്ചനാപത്തിരോധതേ. അധ്യായം അവസാനിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.